സ്കാനിംഗ് സെന്ററുകളിൽ നിന്നും ലബോറട്ടറികളിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റുന്ന ഡോക്ടർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലാ അടിസ്ഥാനത്തിൽ എത്തിക്സ് കമ്മിറ്റികൾ രൂപീകരിക്കും. സ്കാനിംഗ് ലാബ് നിരക്കുകൾ ഏകീകരിക്കുന്നതിനും പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിക്കാനും IMA നടപടിയെടുക്കും. സ്കാനിംഗ് സെന്ററുകളിൽ നിന്നും ലബോറട്ടറികളിൽ നിന്നും ഡോക്ടർമാർ കമ്മീഷൻ കൈപ്പറ്റുന്നതായി പരാതി ലഭിച്ചാൽ കർശന നടപടിയെടുക്കാനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർമാർ കമ്മീഷൻ കൈപ്പറ്റുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ഇക്കാര്യം IMAയെ അറിയിക്കാം. സ്കാൻ ലാബ് സെന്ററുകളുടെ പ്രവർത്തനത്തിൽ സുതാര്യത ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കും. മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന സ്കാൻ ലാബ് സെന്ററുകൾക്ക് IMA അക്രഡിറ്റേഷൻ നൽകും. ഏത് തരത്തിലുള്ള കമ്മീഷൻ സ്വീകരിക്കുന്നതും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ എത്തിക്കൽ റെഗുലേഷൻസ് അനുസരിച്ച് നിയമവിരുദ്ധമാണ്. അത്തരം ആൾക്കാർക്കെതിരെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടി തീർച്ചയായിട്ടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്വീകരിക്കും. അതിൽ യാതൊരുവിധ ഇടപെടലുകളോ യാതൊരു രീതിയിലുള്ള ഇതോ നമ്മൾ അനുവദിക്കുന്നതേയല്ല. കേരളത്തിൽ സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ പരിശോധനാ സമയത്ത് മാത്രം അധ്യാപകരെ താൽക്കാലികമായി നിയമിക്കുന്ന രീതി എതിർക്കാനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിച്ചു. ഇനി മുതൽ ഇത്തരം താൽക്കാലിക നിയമനങ്ങൾ നടത്തിയാൽ IMA അംഗങ്ങൾ ഈ നിയമനങ്ങൾ സ്വീകരിക്കില്ല. നൈതിക മാനദണ്ഡങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ ജില്ലാതലത്തിൽ എത്തിക്സ് കമ്മിറ്റികളും പരാതി സെല്ലും രൂപീകരിക്കാനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. സനിൽ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.